നമുക്ക് ഇതുപോലത്തെ ഒരു ഉടുപ്പ് തുന്നി നോക്കിയാലോ. ഇതിൻ്റെ ബേസിക്കാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് എന്താണ് ഞാൻ വീഡിയോയിൽ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത്, ഇതിൻ്റെ അളവ് എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെയാണ് സൂചി പിടിക്കേണ്ടതെന്നും ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ഇടേണ്ടതൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇതാ ഈ 2 നൂലും കൊണ്ടാട്ടോ ഞാൻ വന്നത്. ഇതെന്തിനാണെന്നറിയോ? ഇത് ഉടുപ്പ് തുന്നാനാണ്. ഇതുകൊണ്ട് നമ്മൾ ഉടുപ്പ് തുന്നും, സോക്സ് തുന്നും, അതുപോലെ തൊപ്പി, ഷൂവ്, ഇതൊക്കെ തുന്നും. നമ്മൾ എന്ത് കളറാണോ ഡ്രസ്സ് ആ കളറിനനുസരിച്ച് നമുക്ക് തൊപ്പിയും സോക്സും ഷൂവും ഒക്കെ തുന്നിട്ട് ഇതിനോട്. അപ്പോൾ നമുക്കിത് എങ്ങനെ തുന്നും? അപ്പോൾ ഇത് ഞാൻ 10 രൂപക്ക് വാങ്ങിയതാണ്. ഇതിന് 10 റുപ്യ, ഇതിന് 10, അങ്ങനെ 20 റുപ്യക്ക് വാങ്ങിയാൽ നമുക്ക് ഇത് എത്ര ലെങ്ത്ത് വേണം അതിനനുസരിച്ച് നമുക്ക് കടയിൽ പോയി വാങ്ങിയാൽ മതി. ഇത് കിട്ടുന്ന സ്ഥലം എവിടെ വെച്ചാൽ ബട്ടൺ ഹൗസിലുണ്ടാവും, എല്ലാ ഫാൻസി ഇതുണ്ടാവും കേട്ടോ. പിന്നെ അതിൻ്റെ നീഡിലാണ് ഇത്, പിന്നെ ഇതിൻ്റെ നീഡിലാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടില്ലേ ഇങ്ങനെ കൊളുത്ത് കണ്ടില്ലേ? ഒരു കൊളുത്ത് മാതിരി കൊക്കാന്ന് പറയും. കൊളുത്ത്, ഞാൻ കൊക്കാന്നൊക്കെ പറയും കേട്ടോ. ആ കൊളുത്ത് കൊണ്ട് നമുക്ക് വലിച്ചെടുക്കണം. കൊളുത്ത് കൊണ്ട് നമുക്ക് വലിച്ചെടുക്കണം. നൂലെപ്പോഴും ഇങ്ങനെ നീർത്തി ഇങ്ങനെ പിടിച്ചിട്ടാണ് വലിച്ച് ചെയിൻ സ്റ്റിച്ച് ബേസിക് കിട്ടോ ചെയിൻ സ്റ്റിച്ച് എടുക്കാൻ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ നമ്പർ, ആര്യവർക്കിൻ്റെ സൂചിൻ്റെ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ അത് 12 14 തോന്നുന്നത്. ഇതിൻ്റെത് 14 പിന്നെ ഈ സൂചിൻ്റെ പിന്നെ ഇത് ഞാൻ 2009 വാങ്ങിയ സൂചിയാണ്. ഇന്ന് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കുട്ടികൾക്ക് ഞാൻ തുന്നി കൊടുത്തിട്ടുണ്ട്. തുന്നി കൊടുക്കുമ്പോൾ നമുക്ക് മുതലാവില്ല. കാരണം എന്താ വെച്ചാൽ പൈസ നമുക്ക് വാങ്ങണം. കാരണം നല്ല നമ്മൾ കൈകൊണ്ട് തുന്നിയിട്ടാണ്, അതായത് മെഷീനിൽ വെച്ച് അടിച്ച ഉടുപ്പല്ലത്, കൈകൊണ്ട് തുന്നി കൊണ്ടുവരുന്ന ഉടുപ്പായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം റേറ്റ് ഇതിനുണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ സൂചി. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അളവെടുക്കണമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ബോഡി പാർട്ടിന് ഏത് കളറാണോ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ കളർ തന്നെ ആയിരിക്കണം നമ്മൾ അരവണ്ണത്തിൻ്റെ പിന്നെ അളവെടുക്കാനുള്ള കളറും. അപ്പോൾ ഇതാണ് ഞാൻ ബോഡി പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെ അര വരെയല്ലേ ബോഡിയാണ് കേട്ടോ ഞാൻ പറയണത്. നമുക്കവിടെ ഉടുപ്പിനൊരു ഇതുണ്ടാവുമല്ലോ, ബോഡി പാർട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിന് ഞാൻ എടുക്കുന്ന കളർ ഇതാണ്. അപ്പോൾ ഇതിന്മേൽ തന്നെ നമ്മൾ അരവണ്ണം എടുക്കണം. ഈ കളർ കൊണ്ട് മുകളിലേക്ക് തുന്നി വരുന്ന അടിയിക്ക് നമുക്ക് ഈ ഒരു കളറും ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അളവെടുക്കുക എന്ന് പറഞ്ഞാൽ, ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. ആദ്യം ചെയിൻ സ്റ്റിച്ച് ഇടുക ഞാൻ കാണിച്ചു തരാം. ഒരു 20 ഞാൻ ചെയിൻ സ്റ്റിച്ച് ഇടുകയെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ആ കുട്ടീൻ്റെ അരവണ്ണ ആ 20 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഞാനൊന്ന് അളന്ന് നോക്കും. അത് കുറച്ച് ഒരു 3-4 ഇഞ്ച് ചെയിൻ സ്റ്റിച്ച് ഏറെ ഇട്ടിട്ട് ഒന്ന് അളവ് പിടിക്കും ഞാൻ. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു പിന്നെ 10 ചെയിൻ സ്റ്റിച്ച് ഏറെ എടുക്കും. കാരണം എന്താ പറഞ്ഞാൽ ഇത് നമ്മൾ തുന്നി വരുമ്പോൾ ഇത് നല്ല ഫിറ്റായി വരും. അപ്പോൾ ഫിറ്റാണതിനനുസരിച്ച് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ വലിച്ച് കൊടുക്കും വേണം. ഓവർ വലിക്കൊന്നും വേണ്ട, എന്നാലും നല്ല നീളം കിട്ടും. അങ്ങനെ പിന്നെ പൊട്ടി പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടൊരു പ്രശ്നം പറഞ്ഞാൽ, നമ്മളിങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് ഇങ്ങനെ തുന്നി വരുമ്പോൾ നമ്മൾ ഇവിടെ ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ചെയിൻ സ്റ്റിച്ചിട്ട് വരിക കാര്യം നമ്മൾ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചത് ഒന്നായിട്ടാണ് പോരും. അതിപ്പോൾ നമ്മളെ സ്റ്റിച്ചൊക്കെ കയ്യിൻ്റെ ഇവിടെ വെക്കാനാണ് എത്തിയെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഈ സ്റ്റിച്ച് നൂല് വലിച്ചാൽ അടി വരെ പോരും. പിന്നെ അത് കഴിക്കാനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ എന്താ പറഞ്ഞാൽ കെട്ടിട്ട് കൊടുക്കാനുള്ളൊരു അവസരം ഇതിനില്ല. കാരണം നൂല് കഴിയുമ്പോൾ നൂലുമ്പോൾ നമ്മൾ കെട്ടിടും. ആ കെട്ട് മുതൽ നമ്മളിത് അഴിഞ്ഞു പോരും. അങ്ങനെ വലിക്കാനൊന്നും ശ്രമിക്കരുത്. കഴിവിൻ്റെ പരമാവധി നല്ലതിൽ തന്നെ തുന്നി കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഞാൻ ഇടണത് ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞില്ലേ, ഒരു 22 ഇഞ്ചാണ് ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ അരവണ്ണം എടുത്തതെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു 10 ചെയിൻ സ്റ്റിച്ചും കൂടി ഏറെ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അളവ് കറക്റ്റാക്കി വരും. ഇങ്ങോട്ട് പിന്നെ അതിൻ്റെ ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, വേറെ സ്റ്റിച്ചും കൂടി തുന്നിയെടുത്ത് കൊണ്ടുവരാണ്ട്. അപ്പോഴാണ് അതിൻ്റെ അര പട്ട വരുള്ളൂ. അപ്പോൾ എങ്ങനെ കെട്ടെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇങ്ങനെ കേട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഒരു കെട്ടാണ്ട് ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ നൂരാക്കുടുക്ക് ഇടുക എന്നൊക്കെ പറയും. ഇപ്പോൾ ഇതുപോലെ വന്നതാണ് ചെയിൻ സ്റ്റിച്ചിൻ്റെ ബേസിക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അത് വലിക്കുമ്പോൾ തന്നെ അത് പോന്ന്. അതാണ് ഇത് കെട്ടയക്കാൻ ഭയങ്കര ഈസി ആയിട്ട് കെട്ടയക്കാന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് നമ്മൾ പിന്നെ നടുവിരൽ കൊണ്ടും അതുപോലെ തന്നെ ചൂണ്ടാ വിരൽ കൊണ്ടും എന്ത് ചെയ്യണം, നീളല്ല നൂല് പിടിക്കുക. ചെറിയ നൂല് നമ്മളെ പിന്നെ റിംഗ് ഫിംഗറോടും തം ഫിംഗറോടും പിടിക്കുക. മിഡിൽ ഫിംഗർ കൊണ്ടും മറ്റേ ഫിംഗർ കൊണ്ടും നമ്മൾ എന്താ നീളല്ല നൂല് പിടിക്കുക. അപ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ സൂചി എന്ത് ചെയ്യണം, ഇങ്ങനെ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സൂചി ഇതേപോലെ കൊണ്ടുവരണം കേട്ടോ. ഇതുപോലെ ഇട്ടോ, ഞാൻ കാണിച്ചു തരുന്നില്ലേ, ഇങ്ങനെ കൊണ്ടുവരിക. പിന്നെ നമ്മളെ
മിഡിൽ ഫിംഗർ കൊണ്ടും അതുപോലെ ചൂണ്ട ഫിംഗർ കൊണ്ടും നമ്മൾ എന്താ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ചെറിയ നൂലും ഈ 2 ഫിംഗർ കൊണ്ടും പിടിച്ചിട്ട് ഇങ്ങനെ നടുവിരലിൻ്റെയും ചൂണ്ട വിരലിൻ്റെയും ഇടയിൽ കൂടെ നീളല്ല നൂലും കൊണ്ടുവരിക. ചെറിയ നൂല് കൊണ്ട് നമ്മൾ തമ്പനയിൽ സൂചി മലർത്തി പിടിക്കുക. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വിടുക. എന്നിട്ട് നമുക്ക് എന്നിട്ട് ഇത് കുറച്ച് ചെറുതാക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഈ നമ്മളെ നടുവിരലിൻ്റെ നൂല് ഈ സൂചിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ ചെൻസിച്ച് കഴിവിൻ്റെ പരമാവധി ചെറുതാക്കാൻ നോക്കുക. ഇങ്ങനെ തുന്നിക്കൊണ്ടുവരാം. അപ്പം ഞാനിങ്ങനെ നമുക്ക് 20 സ്റ്റിച്ച് വേണം, പിന്നെ 20-ലേറെ വേണം. ഞാൻ 10 സ്റ്റിച്ച് ഏറെ എടുക്കുന്നുണ്ട്. ആദ്യം 20 സ്റ്റിച്ച് എടുക്കുക. ഇങ്ങനെ തുന്നട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടും. കണ്ടില്ലേ, ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ കിട്ടുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ചെയിൻ സ്റ്റിച്ച് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെ കൊണ്ടുവരിക, ഇങ്ങനെ കൊണ്ടുവരിക, ഇങ്ങനെ കൊണ്ടുവരിക, ഇങ്ങനെ വലിച്ച് മുറുക്കി. നമുക്കൊരളവുണ്ട്, ആ അളവിനനുസരിച്ച് വേണം ചെയിൻ സ്റ്റിച്ച് ഇടാൻ. അപ്പം നിങ്ങൾക്കിത് മനസ്സിലാകും തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഇതുപോലെ പിടിക്കുക, ഇതുപോലെ മലർത്തി പിടിക്കുക. കാണുന്നുണ്ടോ? അതുപോലെ തന്നെ ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് തുന്നി കൊടുക്കട്ടോ. സൂചി മലർത്തി പിടിക്കുക. ഈ നൂല് അതിൻ്റെ നൂറ് കൂടെ അങ്ങോട്ട് എടുക്കുക. ഇങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വലിച്ചെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാട്ടോ. ഇനി അതിലിങ്ങനെ തന്നെ കാണിച്ചു തരാം. സൂചി മലർത്തി പിടിക്കുക, എന്നിട്ട് നൂലയിമ കൂടെ കൊണ്ടുവരിക. ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് കെട്ടിയെടുക്കുക. അതുപോലെ ഇനിയും സൂചി മലർത്തി പിടിക്കുക, കൊണ്ടുവരിക, ഇങ്ങനെ വലിച്ചെടുക്കുക. മനസ്സിലായില്ലേ? ഇങ്ങനെ കുറച്ച് സ്പീഡ് നമുക്ക് കൂടിക്കോളും. ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ട് വരും. ഞാനൊക്കെ അങ്ങനെ തന്നെ ഇങ്ങനെ ഇപ്പോൾ കാണുന്നുണ്ടോ? സൂചി മലർത്തി പിടിക്കുക, ഇങ്ങനെ കൊണ്ടുവരിക, ഇങ്ങനെ വലിച്ചെടുക്കുക, ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പം ഞങ്ങൾ ഇങ്ങനെ വലിച്ച് വലുതാക്കി ലാസ്റ്റിക്ക് വരുമ്പോൾ ഇങ്ങനെ വലുതാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇത്ര പോരട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് എടുത്താണ്. ഇതെത്ര സ്റ്റിച്ച് ഉണ്ടാക്കട്ടെ. 3, 4, 6. ഇത് 30 സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനിയും കൂട്ടി കൊടുക്കണം. എനിക്കിത് ഉണ്ടാവില്ല. എനിക്കിതൊരു 1.5 വയസ്സായ കുട്ടിക്കാണ്. അപ്പം ഞാനിത് എടുക്കണത് എത്ര ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒന്നും കൂടി മനസ്സിലാക്കുക. ഇങ്ങനെ പിടിക്കുക. ഒന്നും കൂടി നിങ്ങൾ നല്ലോണം നോക്കണം കേട്ടോ. എങ്ങനെയാണെന്നറിയോ? സൂചി മലർത്തി പിടിക്കുക. ഈ കൈ കൊണ്ട് കണ്ടില്ലേ, സൂചി മലർത്തി പിടിച്ചിട്ട് ഈ തള്ള വിരലും ഈ മൂതിര വിരലും കൂടിയും കൂട്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അത് ഇത് ഭാഗം കൊണ്ട് പിടിക്കുക. എന്നിട്ട് സൂചി ഇതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മളെ നടുവിരലും ചൂണ്ട വിരലും കൂടിയിട്ട് ഈ നൂല് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പം നമുക്ക് അത്യാവശ്യം കുറച്ച് ലെങ്ത് വേണം. അപ്പം നമുക്ക് കുട്ടീൻ്റെ അളവ് ഞാൻ എടുത്ത് പോന്നിട്ടില്ല. ഞാൻ എൻ്റെ ഒരു സുമാറിൽ ഞാൻ തുന്നി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടിക്ക് ഒരു 1.5 വയസ്സായ കുട്ടിക്ക് എന്ന് പറയുമ്പോൾ എന്തായാലും അത്യാവശ്യം വലിപ്പം വേണ്ടി വരുമല്ലോ. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ സ്പീഡ് തുന്നണം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ സാവധാനം തുന്നി തന്നെയാണ് നമുക്കിത് പ്രാക്ടീസ് ആവുകയുള്ളൂ. ഞാനൊക്കെ ഇതുപോലെ തന്നെ സാവധാനം തുന്നി ഒരു 8 ദിവസമൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് പഠിക്കാൻ. അപ്പോൾ ലാസ്റ്റിക്ക് എന്താട്ടണം, ഈ തുന്നണത് ഇങ്ങോട്ട് വലിച്ച് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഒന്നായിട്ട് അവിടെ പോകും. അപ്പോൾ ഇത്ര ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് കിട്ടി. ഇന്ന് ഞാൻ അത്രേ പറഞ്ഞു തരുള്ളൂ നിങ്ങൾക്ക്.
നാളെ ഇതിൻ്റെ ഉള്ളുകൂടെ ഇട്ടുള്ള സ്റ്റിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്തായാലും ഉണ്ടാവില്ല കുട്ടിക്ക്, കുറച്ചും കൂടി തുന്നണം. ഇതിപ്പോൾ ഇങ്ങനെ വരിക, ഇതാണ് അരവണ്ണം കേട്ടല്ലേ. അപ്പോൾ ഇതിലേക്കൊരു 15 സ്റ്റിച്ചും കൂടി ഏറെ തുന്നട്ടെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിക്കോളും. പിന്നെ ഇത് നൂല് നിരക്കണ നൂലുണ്ട്, നിരക്കാത്ത നൂലുണ്ട്. ഞാൻ പ്രിയ നൂല് തന്നെ വാങ്ങണവർ പ്രിയ നൂല് തന്നെ വാങ്ങാൻ നോക്കുക. പ്രിയ നൂലാവുമ്പം നിരക്കണില്ല കേട്ടോ. അല്ലാത്ത നൂലൊക്കെ നിരക്കുന്നുണ്ട്. ഊള നൂലെന്ന് പറഞ്ഞാൽ മതി, ക്രോസ് സ്റ്റിച്ച് ചെയ്യണ നൂലെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതാ ഇങ്ങനെ ഞാൻ തുന്നി കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലാകുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാണ്. ഈ നൂല് നമ്മൾ ഈ നൂലുണ്ടല്ലോ, ഇതാണിപ്പോൾ ഞാൻ ചെയിൻ സ്റ്റിച്ച് തുന്നിയത്. ഇത് നമ്മൾ മോതിര വിരൽ കൊണ്ടും തള്ള വിരൽ കൊണ്ടും ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. മറ്റേ നൂല്, ഈ നൂലുണ്ടല്ലോ, ഈ നൂല് നമ്മൾ നടുവിരലിൻ്റെയും ചൂണ്ട വിരലിൻ്റെയും ഇടയിലും പിടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളെ സൂചി എന്താ ഈ ലാസ്റ്റ് ചെയ്യുന്ന സ്റ്റിച്ച് വലുതാക്കി ഇങ്ങോട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഫുൾ അഴിഞ്ഞു പോകും. ഈ നൂലുണ്ടല്ലോ, ഈ സൂചി ഉണ്ടല്ലോ, ഈ സൂചി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് മലർത്തി, അപ്പം നമ്മൾ ചെറുതാക്കി കൊടുക്കണം കേട്ടോ. ഉള്ളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചെറുതാക്കി കൊടുത്തിട്ട് ഇങ്ങനെ മലർത്തി പിടിച്ചിട്ട് ഈ സൂചിമക്കൂടെ ഈ നൂല് കൊക്ക വലിച്ച് കൊണ്ടുവരും. ഈ കൊക്കനോടൊക്കെ തന്നെ വലിച്ച് കെട്ടി എടുത്ത് പോവുക. അപ്പം അങ്ങനെ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് ഞാൻ. അപ്പം നമുക്ക് എത്ര വേണ്ടിയാൽ നോക്കട്ടെ കേട്ടോ. ഇങ്ങനെ ഞാൻ തുന്നണ സ്പീഡാണ്. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. ഇങ്ങനെ പിടിച്ചാൽ കൊണ്ടുവരിക. ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടാൽ കൊണ്ടുവരിക. നിങ്ങൾക്ക് ഈസിയായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് ഞാൻ അത്രേ പറഞ്ഞു തരുന്നുള്ളൂ. അപ്പോൾ അത് ലാസ്റ്റിക്ക് ഞാൻ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിച്ച് വെക്കണം. ഇതിലേറെ വലിച്ച് വെച്ചോണ്ട് ഇല്ലെങ്കിൽ ഒന്നായിട്ട് പോകും. അപ്പോൾ എന്തായാലും ആ കുട്ടിക്ക് ഇത്ര മതി, അരവണ്ണം. ആ കുട്ടീൻ്റെ ഉടുപ്പിൻ്റെ അരവണ്ണം ഇതാണ് വരിക. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഇടും. അപ്പോൾ നമുക്കെല്ലാം ഇവിടെ കൊള്ളണമൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ വരും. ഇത് ഫിറ്റായി തുന്നി വരും. ഇനി ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സ്റ്റിച്ച് ഉണ്ട്. നാളെ എന്തായാലും ഞാൻ അത് കാണിച്ചു തരാം. ഇന്ന് ഞാൻ ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. ഇതിൻ്റെ അളവ് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞേ, ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഒന്നായിട്ട് അങ്ങനെ കൊണ്ടുപോയിടണ്ട. ഇങ്ങനെ നൂലുമേ ചുറ്റി വെക്കുക. പിന്നെ ഇതാക്കണം കേട്ടോ, ഏറെ വരുന്നേ. ഇനി ഇവിടെ നിന്നാണ് ഞാൻ ഇനി അങ്ങോട്ട് സ്റ്റിച്ച് തുന്നി കൊടുക്കണം. അത് വിചാരിച്ച് ഇവിടെ പൊട്ടിച്ചെടുക്കുകയൊന്നും വേണ്ട. ഇതിലൂടെ തന്നെ ഈ ഹോൾസ് നൂല് പൊട്ടിച്ചെടുക്കുകയൊന്നും വേണ്ട. ഇനി ഇങ്ങോട്ട് തിരിച്ച് തുന്നണത് ഞാൻ നാളെ കാണിച്ചു തരാം. ഇൻഷാ അല്ലാഹ് നാളെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതിപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ചുരിദാർ അടിക്കാണ്ട്, അപ്പോൾ അതെനിക്ക് നേരമല്ല. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിനെ ഇങ്ങനെ വലിച്ചതിമേൽ കെട്ടി കൊടുക്കുക. കേട്ടല്ലേ. എന്നിട്ട് നിങ്ങൾ എന്തായാലും ഒരു സ്ഥലത്ത് നല്ലോണം അമർത്തി വെക്കുക, അല്ലെങ്കിൽ ഒന്നായിട്ട് തുന്നി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നീഡിൽ ഇതാണ് ഊളനൂല് തുന്നണ നൂല്. സൂചി എന്ന് പറഞ്ഞാൽ 14 നമ്പർ വാങ്ങിയാൽ നിങ്ങൾക്ക് വാങ്ങി ചെയ്യാൻ കഴിയും. ഉടുപ്പ് എങ്ങനെ കൊണ്ടുവരണം, എങ്ങനെ അതിൻ്റെ ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നൂല് സൂചി മലർത്തി പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. എന്നിട്ട് കാണുന്നുണ്ടോ നിങ്ങൾക്ക്, ഇതാണ് ഞാൻ ഇങ്ങനെ കൈ ഇളക്കണില്ലേ, ഈ നൂല് ഇതിമക്കൂടെ ഈ മലർത്തിയിട്ട് ഇതിമക്കൂടെ ഇങ്ങനെയല്ല കൊണ്ടുവരേണ്ടത്. ഇങ്ങനെ കൊണ്ടുവരരുത്, ഇങ്ങോട്ട് കൊണ്ടുവരിക. എങ്ങോട്ട് പറഞ്ഞാൽ ഇതിലെ കൊണ്ടുവരണം, ഇതിലെ കൊണ്ടുവരരുത് കേട്ടോ. ഇനിയിപ്പം ഇതിലെ കൊണ്ടുവന്നാൽ നിങ്ങൾക്കെന്നെ മനസ്സിലാവും. ഇതിലെ കൊണ്ടുവന്നാൽ കിട്ടൂല, കെട്ടുടുങ്ങും. അപ്പം നിങ്ങൾക്ക് കൊണ്ടുവരുന്നൊരു അളവുണ്ട്. അപ്പം ഇനി ഞാൻ പറഞ്ഞില്ലേ, ഈ നൂല് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് അതുപോലെ ഇതും വലിച്ചെടുക്കുക. അങ്ങനെ തന്നെ ഇതും എടുക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴിക്കാനുള്ള അവസ്ഥ ഇങ്ങനെ നീട്ടി വെക്കണം കേട്ടോ. ലാസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് നീട്ടി വെക്കണം, ഇല്ലെങ്കിൽ ഒന്നായിട്ട് കഴിയും. ഇത് ഞാൻ കഴിച്ചു തരാം. കഴിഞ്ഞു അക്ഷയ്ക്കാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ നാളെ എന്തായാലും ഇതിന് ബേസിക്ക് പറ്റുമോ ഞാൻ കാണിച്ചു തരും. എങ്ങനെ അരവണ്ണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ സ്റ്റിച്ച് കൊണ്ടുവരാൻ ഞാൻ കാണിച്ചു തരും കേട്ടോ. ഇന്ന് ഇത്ര ഞാൻ പറയുന്നുള്ളൂ. നാളെ നമുക്ക് കാണാം.